ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു യാത്രയിലാട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോകുന്നത് അപ്പച്ചൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ്. ത്രേസ്യാമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുന്ന അപ്പച്ചൻ്റെ പെങ്ങൾ. ചെറുപ്പത്തിലേ തൊട്ട് ഞാൻ അങ്ങനെ വിളിച്ച് അങ്ങനെ അവർ ശീലമായത്. അപ്പോൾ അങ്ങനെയാണ് വിളിക്കുന്നത്, ഞങ്ങളുടെ ആൻറ്റി ആണെങ്കിലും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത്തിരി ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ ചേട്ടൻ കടയിൽ ബേക്കറിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ത്രേസ്യാമ്മ ചേച്ചിയുടെ വീട് പോട്ടയിലാണ്. അപ്പോൾ പോട്ടയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട്, മഴ പെയ്യുമെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ 3 പേരും ഇന്ന് എങ്ങനെയാണ് റെഡ് കളർ ഡ്രസ്സായെന്ന് അറിയില്ല. അത് എന്താ പറയുക, ബൈ ചാൻസ് വന്നിരിക്കുന്നതാണ്. ഞങ്ങൾ കരുതി കൂട്ടിയിട്ടതൊന്നുമല്ല കേട്ടോ. 3 പേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ 3 പേരുടെയും റെഡ് കളറായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ത്രേസ്യാമ്മ ചേച്ചിയുടെയും അച്ഛൻ്റെയൊക്കെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അപ്പച്ചൻ്റെ വേറൊരു ഒരു പെങ്ങൾ സിസ്റ്ററുണ്ട്. അപ്പോൾ ആ സിസ്റ്റർ ആൻറ്റിയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർ ആൻറ്റീനെ ഞാൻ വിളിക്കുന്നത് മേരി ചേച്ചി എന്നാണ്. ഞങ്ങൾ ചെറുപ്പത്തിലെ അവർ 2 പേരെയും, ബാക്കി അപ്പച്ചൻ്റെ പെങ്ങന്മാരെയൊക്കെ അമ്മായിമാരെന്ന് തന്നെ വിളിച്ചേക്കണേ. പക്ഷെ ഇവർ 2 പേരെയും ചേച്ചിമാരെന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ അങ്ങനെയാണ് എൻ്റെ പ്രാക്ടീസ് ആയിരുന്നത് ചെറുപ്പത്തിലേ തൊട്ട്. അയൽവക്കത്തെ വീട്ടിലെ കുട്ടികളൊക്കെ വിളിക്കണ കണ്ടിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ത്രേസ്യാമ്മ ചേച്ചിയുടെ അച്ഛൻ്റെയും വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ സിസ്റ്റർ ആൻറ്റി അവിടെ ഉണ്ട് കേട്ടോ. സിസ്റ്റർ ആൻറ്റിനെ ഞാൻ പിന്നെ കാണിക്കാത്തത്, സിസ്റ്റർ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ ആൻറ്റിൻ്റെ വീഡിയോയിൽ കാണിക്കണ്ടാന്ന്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് സമയം വർത്താനം പറഞ്ഞിരുന്നു. ഇന്നത്തെ ലഞ്ചിന് ഞങ്ങൾ അച്ഛനും ത്രേസ്യാമ്മ ചേച്ചിയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 11 മണി 11:30 ഇവിടെ എത്തി. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ സമയം ഇരുന്നു. ഇപ്പോൾ അതാ സിസ്റ്റർ ആൻറ്റി ആയിട്ടോ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അമ്മയുടെ മോള്, അതായത് ത്രേസ്യാമ്മ ചേച്ചിയുടെ മോളുടെ മോളും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരും വന്നു. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊന്ന് കണ്ട് വർത്താനൊക്കെ പറയാനും അതുപോലെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ നല്ലൊരു ചാൻസ് കിട്ടി. അങ്ങനെ ഒരുമിച്ച് വരുമ്പോഴൊക്കെയുള്ള നമുക്കൊരു ചാൻസ് കിട്ടുന്നത് കാണാനൊക്കെ. അപ്പൊ മേരി ചേച്ചിയുണ്ട്. മേരി ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റർ ആൻറ്റി. അപ്പൊ സിസ്റ്റർ ആൻറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ നേരം വർത്താനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫുഡൊക്കെ ഇവർ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ്. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല സൂപ്പർ ബിരിയാണി ചോറാട്ടോ. പിന്നെ ചിക്കൻ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കറികളും സലാസും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ കൊടുത്ത ഫുഡ് ആയതുകൊണ്ട് തന്നെ ഒന്നിനും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ഐറ്റംസുകളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഫുഡ് കഴിക്കണം. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ത്രേസ്യാമ്മ ചേച്ചി മേരി ചേച്ചി എന്നെ ഒരുപാട് എടുത്ത് കളിപ്പിച്ചിട്ടുണ്ടെന്ന് അമ്മ എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് അവരോടൊരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റാ. അതുകൊണ്ട് എപ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ, ഞാൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും അവരുടെ അടുത്ത് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് ഞങ്ങളെയൊക്കെ കാണാൻ. ആ ചേച്ചിയും ഒത്തിരി സ്നേഹമുള്ളൊരു ചേച്ചി കേട്ടോ. ഞങ്ങളെപ്പോ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടി വരും കാണാനൊക്കെ ആയിട്ട്. ഇപ്പൊ വന്നപ്പോ ചക്ക വറുത്തതൊക്കെ കൊണ്ടുട്ടോ വന്നായിരുന്നു. ബ്ലെസ്സിംഗ് ഒക്കെ വാങ്ങിച്ചോടി ചേച്ചിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കി. അപ്പോഴേക്കും ത്രേസ്യാമ്മ ചേച്ചിയുടെ മോള് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ അതും കുടിച്ചു കേട്ടോ. ഇനി നമുക്ക് ത്രേസ്യാമ്മ ചേച്ചി പാട്ട് പാടുന്നതൊന്ന് കേൾക്കാം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ, എന്നും യേശുവേ.
മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം, എന്തോരാനന്ദം. വെരി ഗുഡ്. ഞങ്ങളിതേ ഒരു പാട്ടും കൂടെ പാടാൻ പറഞ്ഞിട്ടുണ്ട്. നാവിൽ എന്നീശോ തൻ നാമം, കാതിൽ എന്നീശോ തൻ നാദം, കണ്ണിൽ എന്നീശോ തൻ രൂപം, നെഞ്ചിൽ എന്നീശോ തൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോ തൻ നാമം. വെരി ഗുഡ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ദ്രശ്യമിച്ചിന്റെ പാട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾക്കൊക്കെ ദ്രശ്യമിച്ചിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതേ ഒരു ചെറിയ ഫോട്ടോ സെഷൻ നടക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇറങ്ങുന്ന സമയത്തായിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തത്. മറ്റന്നാള് പോവും. അപ്പൊ അങ്ങനെ ഇവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതേ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ഇൻവിറ്റേഷൻ ഉണ്ട് അനിയത്തിയുടെ വീട്ടില്. അപ്പൊ ഇപ്പൊ അനിയൻ വന്നിട്ടുണ്ട് ഹോളിഡേയ്സിന്. അപ്പൊ അങ്ങനെ ഇന്ന് എല്ലാവർക്കും കൂടെ അവിടെ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഫാമിലി, സണ്ണി ഫാമിലി, പിന്നെ അനിയന്റെ പെങ്ങൾ ഫാമിലി അവരും വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് കൂടിയൊരു ദിവസമായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കുത്തിരുന്ന് കാർഡ്സ് ഒക്കെ കളിച്ചു കേട്ടോ. നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കളിച്ചപ്പോ. അങ്ങനെ കുറച്ച് സമയത്ത് കളിയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാനായിട്ട് എണീറ്റിരിക്കണം. അപ്പൊ ജോജിയുടെ അളിയനും പെങ്ങൾക്കൊക്കെ വേഗം തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരും അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ചുപേരും കൂടെ ഫുഡ് കഴിക്കാൻ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് കുറച്ച് പേരിരുന്നത്. അപ്പൊ രണ്ടാമത്തെ ട്രിപ്പില് ജോജിയും അനിലേട്ടനും അതുപോലെ തന്നെ അവരുടെ അപ്പനും അമ്മയും ആൽവിനും റോണും ഒക്കെ രണ്ടാമത്തെ ട്രിപ്പിലാട്ടോ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ആദ്യത്തെ ട്രിപ്പ് കഴിച്ച് എണീറ്റു. അത് കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുകയാണ് കളിക്കാനായിട്ട്, കാർഡ്സ് കളിക്കാനായിട്ട്. പോരുന്നതിന്റെ ഒരു 1-2 ആഴ്ച മുമ്പാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാർഡ്സ് ഒക്കെ കളിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എല്ലാവർക്കും. സണ്ണിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. രാത്രിയിലൊക്കെ ഞങ്ങൾ ഒത്തിരി ലേറ്റ് നൈറ്റ് വരെ ഇരുന്ന് കളിക്കാറുണ്ട്. എന്നിട്ടൊക്കെയാണ് പോയി കിടന്നുറങ്ങാറ്. അപ്പോഴേക്കും പിന്നെ ദിവസങ്ങൾ നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളായി. ഓയ പ്രിപ്പറേഷനും കാര്യങ്ങളും പാക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അടുത്ത വർഷം നമുക്ക് എന്തായാലും വരുമ്പോ തന്നെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് കളിക്കാന്നൊക്കെ പറഞ്ഞു വെച്ചേക്കാണ്. ഈ വർഷം തുടക്കത്തിലൊക്കെ ബിസി ആയിരുന്നു, പോരുന്ന സമയത്ത് നല്ല ബിസി ആയിരുന്നു. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു 1-2 ആഴ്ച മുമ്പാണ് കളി തുടങ്ങിയുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് എന്തോരം എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേക്കും അവരും ഫുഡൊക്കെ കഴിച്ച് എണീറ്റ് വന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് സമയത്ത് കളിയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.